നമസ്കാരം. കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ വഴിക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും മുസ്ലിം ലീഗ് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ മാത്രം അഭിപ്രായമല്ല, അത് ജനവികാരമാണ് എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡ് നിയോഗിച്ച ഷാഡോ ഏജൻസികൾ കേരളത്തിൽ അവർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ശക്തമായ വി ഡി സതീശൻ വികാരമുണ്ട്. ഒരിക്കലും വി ഡി സതീശനെ മാറ്റി നിർത്താൻ കഴിയില്ല. മാറ്റി നിർത്തിയാൽ MLA-മാർക്ക് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പോലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. MLA-മാരുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെ. KC വേണുഗോപാലിന് പിന്തുണയുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ്. വി ഡി സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാൾ മുഖ്യമന്ത്രിയായാൽ അത് MLA-മാരെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. ഇപ്പോൾ തന്നെ പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ സ്വകാര്യ പരിപാടികളിലൊക്കെ MLA-മാർക്ക് പങ്കെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. KC വേണുഗോപാലിനെതിരെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. KC വേണുഗോപാൽ ഇവിടെ സമുന്നതനായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവാണ്, ഒരു ലീഡറാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനുമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വി ഡി സതീശന് അനുകൂലമാണ്. വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നടത്തിയ പ്രവർത്തനം, ആ പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അത് കാണാതെ KC വേണുഗോപാലിനെ അല്ലെങ്കിൽ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ഈ അഭിപ്രായം തന്നെയാണ് മുസ്ലിം ലീഗ് ഇവിടെ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഒരിക്കലും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നുള്ള വിഷയത്തിൽ KCയോട് വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിയോജിപ്പോ വിരോധമോ ലീഗിനില്ല. അതേസമയം വി ഡി സതീശനെ മാറ്റി നിർത്തുക എന്നുള്ളത് അത് ജനവികാരത്തിനെതിരാകും. ജനവികാരത്തെ മാനിച്ചേ മതിയാകൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. എന്തായാലും ഹൈക്കമാൻഡിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഹൈക്കമാൻഡ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും നേരത്തെ ഇവിടെ ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പേരുള്ള രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഫ്ലക്സ് വെക്കലും പ്രകടനവും മറ്റു പരിപാടികളും ഒക്കെ മാറ്റിവെക്കുക, പാർട്ടി എന്താണ് പറഞ്ഞത് അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഇവിടെ കേരളത്തിലെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളും ഒക്കെ ഒന്ന് ശാന്തമായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് KC വേണുഗോപാലിനെ അനുകൂലിച്ച് CPM-ന്റെ പ്രവർത്തകൻ ഇവിടെ വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് വി ഡി സതീശനെ മാറ്റി നിർത്തി KC വേണുഗോപാലിന് അനുകൂലമാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ KC വേണുഗോപാൽ വന്നേ മതിയാകൂ എന്ന ഒരു നിർബന്ധം ചില ആളുകൾക്കുണ്ട്. അവരതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഇവിടെ KC വേണുഗോപാൽ വരാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ആദ്യം രംഗത്തെത്തിയത് സുകുമാരൻ നായരാണ്, പിന്നെ വെള്ളാപ്പള്ളി നടേശനാണ്, അതുപോലെ തന്നെ ശശികലയാണ്. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാണ് ശശികല രംഗത്തെത്തിയത്. ലീഗിന്റെ പിന്തുണ വി ഡി സതീശൻ ഉണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ലീഗിനെതിരെയും ഒക്കെ ശശികല രംഗത്തെത്തിയത്. എന്തായാലും ഇവിടെ ചില ആളുകൾ ചേർന്ന് അവർ തീരുമാനിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയാകണം, UDF-ലെ കക്ഷികളല്ല അത് തീരുമാനിക്കേണ്ടത് എന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി. ഏറ്റവും കടന്ന പ്രവർത്തനങ്ങൾ തന്നെ അവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഫ്ലെക്സ് വെക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ വി ഡി സതീശനോടുള്ള വിയോജിപ്പ്, വി ഡി സതീശൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം എടുത്ത ഒരു നിലപാടുണ്ട്. ആരെയും ഇവിടെ പാർട്ടി എന്നുള്ള നിലക്ക് അദ്ദേഹം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. മറ്റ് സാമുദായിക സംഘടനകളോടൊക്കെ നിങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുക, അതിനപ്പുറം ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടേണ്ട എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ആ ഒരു നിലപാടിന് വ്യാപകമായിട്ടുള്ള ഒരു സ്വീകാര്യതയും ലഭിച്ചിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ചില ആളുകളുടെ ഒക്കെ കണ്ണിലെ കരടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാലും ഇവിടെ അത്തരത്തിൽ വി ഡി സതീശനെ അങ്ങനെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി ഇടപെട്ട ആളുകൾക്കൊക്കെ ശക്തമായ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഹൈക്കമാൻഡ് നിയോഗിച്ച ഷാഡോ ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ച് ഹൈക്കമാൻഡിന് മുന്നിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നു. വീണ്ടും വി ഡി സതീശനുള്ള സാധ്യതകൾ അത് തെളിയുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.